നമസ്കാരം. കേരളത്തിൽ 1.5 പതിറ്റാണ്ടിന് ശേഷം UDFന്റെ മന്ത്രിസഭ ഇന്ന് അധികാരമേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ വൻ ജനസാഗരമാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ചടങ്ങിൽ പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കുളത്തിലും എത്തിച്ചേർന്നിരുന്നു. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് വി ഡി സതീശൻ അധികാരമേൽക്കുകയായിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തതും. വി ഡി സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. പുതിയ ഭരണകൂടത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സജ്ജമാവുകയായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സാക്ഷ്യം വഹിച്ച ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകരായിരുന്നു എത്തിച്ചേർന്നിരുന്നത്. പാർട്ടി നടപടികൾ നേരിടുന്ന പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കുളത്തിലും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. പാർട്ടി പുറത്താക്കിയാലും താൻ എന്നും കോൺഗ്രസുകാരൻ തന്നെയായിരിക്കുമെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം UDF നടത്തിയ ശക്തമായ പ്രതിപക്ഷ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ഈ വൻ വിജയമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. എല്ലാ കാലവും ഞാൻ പാർട്ടിക്കാരനാണ്, അതിനാൽ തന്നെ എനിക്ക് യാതൊരു ഖേദവുമില്ല. ജനപ്രതിനിധിയാവണോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും ഭാരവാഹിയായിരിക്കുവാനാണ് എനിക്കിഷ്ടം. എന്റെ മനസ്സിൽ യാതൊരു നിരാശയുമില്ല. രാഷ്ട്രീയം പറയുന്നത് ഞാൻ ഇനിയും തുടരും. അത് എന്റെ കാര്യത്തിലെ വ്യക്തതയാണ്. പദവികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്റെ രാഷ്ട്രീയമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. സത്യപ്രതിജ്ഞാ വേദിയിലെ VVIP പ്രവേശനവുമായി ബന്ധപ്പെട്ട് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ തന്നെയാണ് രാജ്ഭവൻ ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ലോക്ഭവൻ നൽകിയ നിർദ്ദേശപ്രകാരം ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രം വേദിയിൽ മതി എന്നായിരുന്നു തീരുമാനം. എന്നാൽ തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത മാതൃകയിൽ വേദിയിൽ പ്രമുഖ അതിഥികൾക്കും പ്രവേശനം അനുവദിക്കണമെന്നായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കനത്ത സുരക്ഷയിലും ആവേശത്തിലും UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ പുതിയ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളാണ് പുറത്തുവരിക. തലസ്ഥാന നഗരിയിൽ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെൻട്രൽ സ്റ്റേഡിയം പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ പുലർച്ചെ മുതൽ UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു. ഗതാഗത നിയന്ത്രണങ്ങൾക്കായി വൻ പോലീസ് സന്നാഹത്തെയായിരുന്നു നഗരത്തിൽ വിന്യസിച്ചിരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സമാനമായ വിപുലമായ ജനപങ്കാളിത്തവും VVIP സാന്നിധ്യവുമാണ് തിരുവനന്തപുരത്ത് ദൃശ്യമാകുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ കേരളത്തിൽ പുതിയ ഭരണമാറ്റത്തിന് ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനങ്ങളും വകുപ്പ് വിഭജനവും ചർച്ചകളും പൂർത്തിയാകും. അഴിമതിരഹിതവും വികസന കേന്ദ്രീകൃതവുമായ ഒരു ഭരണമാണ് ജനങ്ങൾക്ക് നൽകുകയെന്ന് പുതിയ മന്ത്രിസഭാംഗങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന് കരുതിയ ഘട്ടത്തിൽ തനിക്ക് കൈത്താങ്ങായ പ്രിയ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നത് കാണുവാനായി കുഞ്ഞു വിനോദിനിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. പാലക്കാട്ട് നിന്നായിരുന്നു 4ാം ക്ലാസ്സുകാരെ വിനോദിനി എത്തിയത്. ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് 6 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക കൃത്രിമ കൈവയ്ക്കുവാൻ സഹായിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനായിരുന്നു. വിനോദിനിക്ക് വീട് നിർമ്മിക്കുവാൻ സ്ഥലം കണ്ടെത്തിയതും സതീശന്റെ ഇടപെടലിലൂടെയാണ്. കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കൈ ഇല്ലാതെ സ്കൂളിലേക്ക് പോകില്ലെന്ന വിനോദിനിയുടെ സങ്കടം വാർത്തയായിരുന്നു. തുടർന്ന് സതീശൻ കൃത്രിമ കൈ വെച്ചു നൽകുവാൻ സഹായിച്ചതോടെയാണ് വിനോദിനി സ്കൂളിൽ പോയി തുടങ്ങിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വി ഡി സതീശനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും വിനോദിനി പ്രതികരിച്ചിരുന്നു. ഏറെ സന്തോഷമുണ്ടെന്നാണ് വിനോദിനിയുടെ അമ്മ പ്രസീതയുടെ പ്രതികരണം. വീടിന്റെ നിർമ്മാണം ആരംഭിച്ചുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല്ലാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ബ്ലഡ് വിതരണത്തിന് വിനോദിനി ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമായിരുന്നു പല്ലശ്ശണ സ്വദേശിയായ 9-കാരി വിനോദിനിയുടെ വലത് കൈ മുറിച്ചു മുക്കിയത്. സെപ്റ്റംബർ 24-നാണ് സഹോദരനൊപ്പം കളിക്കുന്നവരുടെ വിനോദിനിക്ക് വീണ് കൈയിൽ പരിക്ക് പറ്റുന്നത്. അന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും വലതു കൈ ഒടിഞ്ഞതിനാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുവാനായിരുന്നു നിർദ്ദേശം. ജില്ലാ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കൈയിൽ നീർക്കെട്ട് ഉണ്ടായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. കൂടാതെ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ സാധിക്കാത്തതിലെ വിഷമം പങ്കുവച്ചിരിക്കുകയാണ് PV അൻവർ. ദിവസങ്ങൾക്ക് മുമ്പേ തലസ്ഥാനത്ത് എത്തിയെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തെ തുടർന്ന് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കാനാകാത്ത നിരാശയിലാണ് അൻവർ. സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിൽ കാണണമെന്ന അതിയായ ആഗ്രഹത്തോടെ 2 ദിവസം മുൻപായിരുന്നു അൻവർ തിരുവനന്തപുരത്തെത്തിയത്.
എന്നാൽ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായ ചെറിയൊരു അപകടത്തെ തുടർന്ന് ഡോക്ടർമാർ ഇദ്ദേഹത്തിന് പൂർണ്ണമായ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുകയായിരുന്നു. നിലവിൽ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വിശ്രമത്തിലാണ്. മീഡിയ വഴി ചടങ്ങ് കാണുക മാത്രമാണ് ഏക വഴിയെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. പുതിയ സർക്കാരിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുവാനും അവർക്കായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും ഈ പുതിയ സർക്കാരിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ അറിയിച്ചത്. 10,000-കണക്കിന് ആളുകളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകുവാൻ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയത്. സത്യപ്രതിജ്ഞാ വേദിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. MLA-മാർക്കും പാർട്ടി നേതാക്കൾക്കും ഉൾപ്പെടെ ഇരിപ്പിടം പോലും ലഭിക്കാത്ത കാഴ്ച. VVIP നിരയിൽ പോലും പ്രവർത്തകർ നിറഞ്ഞു. മുൻനിരയിലെ തിരക്കൊഴിവാക്കുവാൻ പോലീസ് ശ്രമിക്കുകയായിരുന്നു. VD സതീശന് പുറമെ 21-അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരായി PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, M ലിജു, TC ധിക്, റോജി M ജോൺ, OG ജനീഷ്, KA തുളസി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് അണികളും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. പാർട്ടിയുടെ പതാകകളും തോരണവും കൊണ്ട് നഗരം മുഴുവൻ അണിഞ്ഞൊരുങ്ങി. പുതിയൊരു ഭരണമാറ്റത്തിലൂടെ കേരളത്തെ വികസനത്തിലേക്ക് നയിക്കുവാൻ സതീശൻ സർക്കാരിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളും തലസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, KC വേണുഗോപാൽ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി എന്നിവരും തലസ്ഥാനത്തെത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതാകും ഭരണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതമൊരുക്കും. മന്ത്രിസ്ഥാനത്തെത്തുവാൻ ഒരു പോരാട്ടവും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രി ഇഷ്ടമുള്ള വകുപ്പ് തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള ഉത്തരവാദിത്തമാണ് തനിക്കുള്ളത്. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്തതിലെ പ്രയാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും ഉദ്യോഗസ്ഥരുടെ സഹകരണം ഉറപ്പാക്കുമെന്നുമാണ് നിയുക്ത മന്ത്രി K മുരളീധരൻ പ്രതികരിച്ചത്. ദേവസ്വം ബോർഡിനെ അഴിമതി മുക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി പഴമങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിനും അദ്ദേഹം എത്തുകയായിരുന്നു. മന്ത്രിസഭയിൽ അംഗമാതിൽ സന്തോഷമെന്ന മന്ത്രി അനൂപ് ജേക്കബും പ്രതികരിച്ചു. വകുപ്പ് ഏതാണെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും. ടീം UDF മികച്ചതാണ്. ഏത് വകുപ്പ് ലഭിച്ചാലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. സണ്ണി ജോസഫും പാളത്ത് പള്ളിയിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. ഒരു ടീമായി മുന്നോട്ട് പോകുമെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. പുനഃസംഘടനയിലെ അതിർത്തിയെക്കുറിച്ച് പരാമർശിക്കവേ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നും ഇത്രയും ഐക്യമുണ്ടായ കാലം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു.